ഹലോ ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെയ്ഡ്-മിങ്കോസ് റൂൾ അല്ലെങ്കിൽ വെയ്റ്റ്സ് റൂൾ അല്ലെങ്കിൽ PSEPT തിയറി എന്ന് പറയുന്നതാണ്. സോ എന്താണ് വെയ്റ്റ്സ് റൂൾ എന്ന് നമുക്ക് നോക്കാം. സോ വെയ്റ്റ്സ് റൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അല്ലെ വെയ്ഡ്-മിങ്കോസ് റൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് എങ്ങനെയാണ് ഒരു HNCC അല്ലെ എന്താണ് HNCC എന്ന് പറഞ്ഞാൽ ഹൈ ന്യൂക്ലിയാരിറ്റി കാർബണൈൽ ക്ലസ്റ്റേഴ്സ്. എന്താണ് ഈ ഹൈ ന്യൂക്ലിയാരിറ്റി കാർബണൈൽ സ്ട്രക്ചേഴ്സ് എന്ന് ചോദിച്ചാൽ 4 അതിലധികമോ 4 or more മെറ്റൽ ആറ്റംസ് അടങ്ങിയിരിക്കുന്ന ഒരു ക്ലസ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈ ന്യൂക്ലിയാരിറ്റി കാർബണൈൽ ക്ലസ്റ്റേഴ്സ് അല്ലെ HNCC എന്ന് പറയുന്നത്. ഈ HNCC ക്ലസ്റ്റേഴ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം എന്നാണ് ആര് പറയുന്നത്, വെയ്ഡ്-മിങ്കോസ് റൂൾ അല്ലെ വെയ്റ്റ്സ് റൂൾ അല്ലെ PSEPT തിയറി പറയുന്നത്. എന്താണ് ഈ PSEPT തിയറി എന്ന് പറഞ്ഞാൽ പോളിഹെഡ്രൽ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർ തിയറി എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, PSEPT തിയറി. ഈ വെയ്ഡ്-മിങ്കോസ് റൂൾ തന്നെയാണത്. എന്താണ് ഈ റൂളിൽ പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞേ. എങ്ങനെയാണ് ഇതിലെ ഇലക്ട്രോൺ കൗണ്ട്, അതായത് ഒരു ക്ലസ്റ്ററിന് ചുറ്റുമുള്ള ബാലൻസ് ഇലക്ട്രോൺ ക്ലൗഡ് എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ക്ലസ്റ്ററിൻ്റെ സ്ട്രക്ചർ പ്രിഡിക്റ്റ് ചെയ്യാം. ഒരു ബൊറൈൻ ക്ലസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കാർബൊറൈൻ സ്ട്രക്ചർ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ക്ലസ്റ്ററിൻ്റെ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാമെന്നാണ് ആര് പറയുന്നത്, ഈ വെയ്ഡ്-മിങ്കോസ് റൂള് പറയുന്നത്. ഈ റൂള് പ്രകാരം ഇതെന്തിനെയാണ് കോറിലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രോൺ കൗണ്ടും സ്ട്രക്ചർ ഓഫ് HNCC. അത് നമ്മൾ പറഞ്ഞു അല്ലേ, ഇലക്ട്രോൺ കൗണ്ടും അതോടൊപ്പം തന്നെ HNCCയുടെ സ്ട്രക്ചറിനെയും കണക്ട് ചെയ്യുന്ന ഒരു റൂളാണ് വെയ്ഡ്-മിങ്കോസ് റൂൾ. ഈ റൂള് പ്രകാരം ഇവരെന്താണ് ഈ റൂളിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ HNCC അല്ലെ ഹൈ ന്യൂക്ലിയാരിറ്റി കാർബണൈൽ ക്ലസ്റ്റേഴ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്മോൾ ക്ലസ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹൈ ന്യൂക്ലിയാരിറ്റി ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒക്ടാഹെഡ്രൽ അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ സ്ട്രക്ചേഴ്സിൻ്റെ കണ്ടൻസേഷൻ മൂലമാണ് ഈ HNCC ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ക്ലസ്റ്റേഴ്സിന് ചുറ്റുമുള്ള ബാലൻസ് ഇലക്ട്രോൺസിനെ നമ്മളുടെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് കൗണ്ട് ചെയ്യുന്നത് പോലെ വേണം എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഇലക്ട്രോൺസിനെ കൗണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ബാക്കി വീഡിയോ പാർട്ട് 2 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.